അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ് നോക്കിയാലോ. എന്തൊക്കെയാണ് ചോറ്റൊക്കെ കൂട്ടാനെന്നും ചായക്ക് എന്താ കടിയെന്നും ഇന്ന് പോളെന്താ പെരിയിലത്തെ പണിയൊക്കെ എന്നൊക്കെ നിങ്ങൾക്കൊക്കെ അറിയണ്ടേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടോളി. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പം നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണേ. അപ്പോൾ പിന്നെ ഇന്ന് കടിയെന്ന് വെച്ചാൽ നെയ്ച്ചോറ്. ഇന്ന് നെയ്ച്ചോറാണ് കേട്ടോ. എന്നുണ്ടല്ലോ ഈ അപ്പം അതേമാതിരി പുട്ട് ഒക്കെ ചൂടണേ. അപ്പം ഇന്ന് ഏതായാലും ഒന്ന് മാറ്റി പിടിച്ചിക്കണ്. അപ്പം നമ്മൾ റേഷൻ പീടികത്തെ അരിയിട്ട് കണ്ട് നല്ലൊരു നെയ്ച്ചോറും വെക്കണം, പിന്നെ കുറച്ച് ഉള്ളി കൂട്ടാനും വെക്കണം. അപ്പോൾ ഇതാക്കണ് നമ്മൾ എന്താട്ടി കുക്കറൊക്കെ തീമച്ച് അതിക്ക് ഉള്ളിയിട്ട് പിന്നെ അതിൻ്റെ മുന്നേ കുറച്ച് മരുന്നൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഏലക്കായും കറാമ്പൂവും പട്ടയൊക്കെ ഇട്ട് കൊടുത്തിക്കണം. അപ്പം നിങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകും എത്താപ്പം ഈ പാത്രവും കുടുക്കി അങ്ങനെ മണ്ടി കളിച്ചെന്നില്ലേ. അപ്പം ഞാൻ എന്താണെന്നറിയോ, ആദ്യം ചായൻ്റെ വെള്ളം അപ്പുറത്ത് വെച്ച് പിന്നെ തിളക്കാനായപ്പോൾ അത് ഇങ്ങോട്ട് വെച്ച് പിന്നെ ഇനി ചോറ്റിൻ്റെ കുക്കർ ഞാൻ ഇങ്ങോട്ട് തന്നെ വെക്കും കേട്ടോ. അപ്പം ഒന്ന് വേഗം തിളക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അത് അങ്ങോട്ട് വെച്ചത് കേട്ടോ. പിന്നെ എന്താണെന്നറിയാം, നമ്മൾ റേഷൻ പീടികത്തെ അരിയാണെങ്കിലും 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം നിലക്ക് വെച്ചിക്കണേ. അപ്പം ഇനി അങ്ങനെ ആകുമ്പം ഏത് റേഷൻ പീടികത്തതാണെങ്കിലും ചോറ് അടിപൊളിയിക്കാറ് കേട്ടോ. അപ്പോൾ എന്നുണ്ടല്ലോ ഇപ്പോൾ ഈ അപ്പം ചുട്ടുകാണ്ടും ഇതായിക്കണത്. അപ്പോൾ ഇന്ന് നെയ്ച്ചോറ് തന്നെ ആയിക്കോട്ടെ. ആർക്കാ പെണ്ണിയാളെ ഒരു വെറൈറ്റി ഇഷ്ടമല്ലാത്തത്? എല്ലാവർക്കും ഇഷ്ടീകാരം. അപ്പം രാവിലെ ഇപ്പം ഞാൻ എല്ലാവരും നെയ്ച്ചോറൊക്കെ വെക്കുമല്ലേ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മളോട് ഭയങ്കര തൃപ്തിയാണ് കേട്ടോ. നമ്മൾ ഈ നെയ്ച്ചോറൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ച് ഉള്ളി കൂട്ടാനും ഉണ്ടാക്കിയാണ്ടല്ലോ ഓലങ്ങനെ തിന്നോളും. അങ്ങനെ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി അതൊന്ന് വേഗണം. അപ്പോത്തിന് നമ്മളെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചിക്കണം. പിന്നെ ഞാൻ എന്താട്ടി ഇനി നമുക്ക് ഉള്ളി കൂട്ടാൻ ഉണ്ടാക്കണമല്ലോ, അതിനില്ല ചട്ടി നമ്മൾ ഗ്യാസുമ്മ വെച്ചിക്കണം കേട്ടോ. അപ്പം ഇന്ന് പുതിയാപ്പിള കാക്കാക്ക് ഏതായാലും നേരത്തെ കാലത്തെ പോകണം, മഴയൊക്കെ അല്ലേ. അപ്പോൾ വേഗം പണി കഴിഞ്ഞ് പോരാലോ എഴുതിക്കാണ്ട് മഴയൊക്കെ ആകുമ്പോഴത്തേന് ഉച്ചരിഞ്ഞാൽ മഴയൊക്കെ അങ്ങനെ പെയ്ച്ചൽ തുടങ്ങും. അപ്പോൾ ഇതിന് പണി വേഗം കഴിച്ചാൽ കരുതിക്കാണ്ടാണ് കേട്ടോ നേരത്തെ കാലത്തെ പോകണമെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ഞാൻ ചട്ടി തീമച്ചിക്കണ്, അതിക്ക് എണ്ണ ഒഴിച്ചിക്കണ്, പിന്നെ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിക്കണ്, വല്ലുള്ളി ഇട്ട് കൊടുത്തിക്കണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ ദിവസം അയക്കണം കേട്ടോ ഇങ്ങനെ നെയ്ച്ചോറും ഉള്ളി കൂട്ടാനും ഉണ്ടാക്കിയിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ഉള്ളി ഒന്ന് വാടാൻ വേണ്ടി നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ ഇതാക്കണ് കുറച്ച് നമ്മളെ ബത്തൽ മീൻ കൊടുന്നിക്കണം കേട്ടോ. ബത്തൽ മീൻ കാണാനും രസമാണ്, തിന്നാനും രസമാണ്, പക്ഷേങ്കിൽ നന്നാക്കാൻ ഭയങ്കര പണിയാണ്. ഏതായാലും ഞാനേക്ക് കുറച്ച് വെള്ളം പാർന്നിട്ടിക്കണം. അപ്പോഴത്തേന് ഏതായാലും നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ട് നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ തക്കാളിയും അതും ഒക്കെ പാടൊന്ന് കടന്നുകാണ്ടൊന്ന് വേഗട്ടെ. ഒന്നിങ്ങോട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞിങ്ങോട്ട് വരണം കേട്ടോ. അപ്പോഴത്തേന് നമ്മളെ നെയ്ച്ചോറ് വെന്തിക്കണേ. അപ്പോൾ ഞാൻ ഈ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ എന്നല്ലോ വിസിൽ അടിച്ചില്ല. വിസിൽ അടിച്ചാതെ ചുച്ചു 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 പറഞ്ഞൊരു ഒച്ചേക്കൂലേ, അപ്പം ഓഫാക്കിയിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ്ട് തുറന്നാണ്ടല്ലോ നമ്മളെ നെയ്ച്ചോറുണ്ടല്ലോ അടിപൊളിയായിക്കാരം. അപ്പം ഞാൻ എന്താട്ടി നമ്മളെ പച്ചരിൻ്റെ നെയ്ച്ചോറായതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഹോട്ടൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് നല്ല ചൂടായിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ പുതിയാപ്പിള കാക്കാക്ക് കുറച്ച് വിളമ്പി വെക്കാണ് കേട്ടോ. നല്ല ചൂടാണ്, ആരാൻ്റെ മുതലോലുണ്ടല്ലേ ചൂടിങ്ങനെ. അപ്പോൾ ഒന്ന് ആറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പാത്രത്തിൽ വന്ന് വിളമ്പി വെച്ചത്. പിന്നെ ഞാൻ നമ്മളെ ഉള്ളി കൂട്ടാൻ എനിക്ക് ഇതാക്കണ് മുളകും പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാണ് കേട്ടോ. പുറത്ത് നല്ല മഴയും വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ. അങ്ങനെ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടു, മുളകും പൊടി ഇട്ടു, ഒന്നുകൂടി ഇളക്കിയിട്ടുണ്ട് മൂടി വെച്ച് കണ്ടുണ്ട് വേവിച്ചെടുക്കട്ടോ. അങ്ങനെ ഇതാക്കണം നമ്മളെ ഉള്ളി കൂട്ടാനൊക്കെ സെറ്റായി വന്നിക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ പുതിയാപ്പിള കാക്കാക്ക് ഞാൻ ചായയും ചോറും ഒക്കെ കൊടുത്ത് അങ്ങനെ മൂപ്പരാക്കാൻ നമ്മളാണ് പറഞ്ഞയച്ചിക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണ്. പിന്നെ ഞാനും തന്നെ ഇനി ഇങ്ങനെ നോക്കിക്കാൻ പറ്റുക, അതുകൊണ്ട് ഞാനും തന്നെ ഇനി ചായ കുടിച്ചിട്ട് എഴുതിക്കാണ്ട് ഇച്ചില്ല ചോറും കുറച്ച് ഉള്ളി കൂട്ടാനും പിന്നെ നമ്മൾ ഇന്നലത്തെ മീനിൻ്റെ കുറച്ച് കായുണ്ട് ഈ ചട്ടിയിൽ, അതൊക്കെ ഒന്ന് വടിച്ചെടുത്തുക്കണം കേട്ടോ. അപ്പോൾ അതും കൂട്ടിയിട്ട് നമ്മൾ നെയ്ച്ചോറും കൂട്ടി ഉള്ളി കൂട്ടാനൊക്കെ കൂട്ടി നമ്മളങ്ങനെ നെയ്ച്ചോറ് തിന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണ നല്ല രസമുണ്ട്. ഇനി ഉള്ളി കൂട്ടാനും നെയ്ച്ചോറും ഒന്നും ഉണ്ടാക്കി വെക്കണ്ടി. കോഴി ഇറച്ചിയൊന്നും മാണ്ട പൊന്നാര മക്കളെ, ഇങ്ങനെ ഒരു ഉള്ളി കൂട്ടാനൊക്കെ മതി. അങ്ങനെ മിന്നുട്ടി സാധനം നീച്ച് നിൽക്കണേ ഓർക്ക്. ഇന്ന് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് മദ്രസ ഒന്നുമില്ലല്ലോ. അങ്ങനെ മിന്നുട്ടി കുറച്ച് ചായ തോനമാണ് കേട്ടോ. അപ്പോൾ ഓക്കൊരു വലിയ ക്ലാസ് തന്നെ പാർന്നു കൊടുത്തിക്കണേ. സനുവിന് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, ഓന് ചെറുതായാലും വേണ്ടില്ല.
അങ്ങനെ ഓൽക്കൊക്കെ ചായ കൊടുത്ത് ഞാൻ മിറ്റടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയിരിക്കണം കേട്ടോ. ആക്കണം മഴയൊക്കെ പെയ്തിട്ട് നമ്മളെ ചമ്മലൊക്കെ അങ്ങോട്ട് മിറ്റത്തും ഇങ്ങോട്ട് ഒട്ടി പിടിച്ചിട്ട് തോണ്ടിയാലാണ് കിട്ടൂല. പിന്നെ ഞാൻ ഈ കവറൊക്കെ നുള്ളി പൊറുക്കിക്കാണ്ട് ചാക്കിലിട്ടപ്പോൾ മക്കളത് മുഴുവനൂന് പൊറുക്കിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഇന്ദ്രക്കം പണി ഉണ്ടാവും ഓൽക്ക്. എന്നിട്ട് പിന്നെ അത് മുഴുവനൂനും വാരി വലിച്ചിടും. രണ്ടാമത് പിന്നെയും വേണം ഞാനത് പൊറുക്കിക്കാണ്ട് ചാക്കിലിടാം. ഏതായാലും ഇന്ന് കുറച്ച് മഴയൊക്കെ കണ്ട് പെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഇതാക്കണം മുറ്റത്തൊക്കെ നമ്മളെ പുല്ലൊക്കെ മുളച്ച് തുടങ്ങിയിരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ അവിടെയും ഇവിടെയൊക്കെ കാണണേ പുല്ലൊക്കെ ഒന്ന് പറിച്ച് ഇങ്ങനെ എടുക്കണുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ നിന്നാൽ അങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കും, പുല്ലും കാടും കൂടി. ഇപ്പം മഴ ചെയ്താണ്ട് പറയും വേണ്ടിയില്ല, മുറ്റത്തും കൂടിയും തോടും കൂടിയും ഒക്കെ പുല്ല് നിറഞ്ഞാൽ പിന്നെ അപ്പം നമുക്ക് കുറച്ച് സ്ഥലമുള്ളൂ, അതുകൊണ്ട് പിന്നെ തിരക്കേടില്ല കേട്ടോ മക്കളെ. അങ്ങനെ നമ്മൾ പുല്ലൊക്കെ പറിച്ച് കഴിഞ്ഞ് ഏതായാലും അകടിച്ചു വരാൻ വേണ്ടി പോയിക്കണം കേട്ടോ. അങ്ങനെ അകമൊക്കെ അടിച്ചു വരികയാണ്. അകമൊക്കെ അടിച്ചു വരുമ്പം അട്ടത്തേക്കൊക്കെ ഒന്നിങ്ങനെ നോക്കും, അല്ല മാറാലൊക്കെ ഉണ്ടോയെന്നില്ല. അപ്പോൾ മാറാലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചൂലോണ്ട് തന്നെയാണ് അത് തട്ടലാണ് കേട്ടോ. പിന്നെ അതിൽ മാറാല വടിയൊന്നുമില്ല, കുറേ ഉണ്ടാവുമ്പോൾ നമ്മൾ മാസത്തിലൊക്കെ ഒന്ന് മാറാല വടിയോടൊക്കെ ഒന്നിങ്ങനെ തട്ടിയെടുക്കും നമ്മളെ മാറാല. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കാണുകയാണെങ്കിൽ നമ്മൾ അകടിച്ചു വരുമ്പോൾ ഈ ചൂലോണ്ട് ഒന്നാണ് തട്ടു കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് പിന്നെ ഉണ്ടാകില്ല. അപ്പോൾ നല്ല എളുപ്പമാണ്, നല്ല സുഖമാണ്. മാറാല ഇങ്ങനെ കുന്നുകൂടി നിൽക്കില്ല. ചിലപ്പോൾ അങ്ങനെ തട്ടാതെയൊക്കെ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചാതെയൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ മാറാലൊക്കെ അവിടെയും ഇവിടെയൊക്കെ കൂടിക്കൊണ്ടേക്കാരം. ഏതായാലും നമ്മളിങ്ങനെ കാട്ടൽ കേട്ടോ. നമ്മൾ അകടിച്ചു വരുമ്പോൾ നമുക്കൊരു അട്ടത്തേക്കൊരു നോട്ടാണ് വല്ല മാറാലുണ്ടോയെന്ന്. ഏതായാലും അങ്ങനെ നമ്മൾ ഔത്തിത്തിയും കാളത്തിയും ഒക്കെ മാറാലൊക്കെ തട്ടി കഴിഞ്ഞ് വന്ന് അകമൊക്കെ അടിച്ചു പോരി. പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ട്, ആ പാത്രമൊക്കെ ഒന്ന് മോറിയെടുക്കണം. അപ്പം നേരം വെളുത്ത നല്ല പണിയാണ്. എന്നിട്ട് പിന്നെ നമുക്ക് ഉരച്ചതൊക്കെ ആദ്യം ഞാനങ്ങോട്ട് ഉരച്ചിടും, എന്നിട്ട് പിന്നെ ലാസ്റ്റ് അങ്ങോട്ട് കെയ്യക്കലാണ് കേട്ടോ. സിങ്ക് നിറച്ചും പാത്രം ആവശ്യത്തിൽ തരുമ്പോൾ ഒരൊറ്റ പാത്രം ഉണ്ടാവില്ല, അങ്ങനെയാണ്. പിന്നെ അങ്ങനെ ഏതായാലും നമ്മൾ പാത്രമൊക്കെ മോറി ഇനി നമുക്ക് എന്താട്ടണം, ചോറ് വെക്കണം. എന്നിട്ട് അതിക്ക് കൂട്ടാൻ ഉണ്ടാക്കണം. നമ്മൾ ആ പത്തൽ മീൻ ഉണ്ടല്ലോ അതൊന്ന് നന്നാക്കി കിട്ടുമ്പോഴത്തേന് മക്കളെ ഒരു നേരേക്കാരം. ഏതായാലും തിന്നാൻ നല്ല ചാതാണ് പറഞ്ഞിട്ട് കാര്യമല്ലേ, അതിമ കുറച്ച് പണിയെടുക്കണം നമ്മൾ, എന്നെങ്കിൽ തന്നെ ഉള്ളൂ. പിന്നെ മീൻ നന്നാക്കാൻ എളുപ്പമാണ്. എന്താ പറയുക, കുഞ്ഞു മീനായതുകൊണ്ട് അങ്ങ് നന്നാക്കി കുത്തിരിക്കണം. പക്ഷേങ്കിൽ സംഭവം എളുപ്പമാണ് നന്നാക്കാൻ. തല മാത്രമുണ്ട് കളഞ്ഞാൽ മതി, അതിൻ്റെ ഉള്ളത്തെ കാട്ടും കളഞ്ഞാൽ എളുപ്പമാണ് നന്നാക്കാനും. കുറച്ച് നേരം കുത്തിരിക്കണം തന്നെ ഉള്ളൂ. പിന്നെ നല്ല മീനുമാണ്, മുള്ളൊന്നും ഒരു കുഴപ്പമില്ല, കടിച്ച് ചമച്ചാണ് തിന്നാൽ ഒരു കുഴപ്പമില്ല, മുള്ളത്തണ ഒരു പേടിയില്ല. മക്കൾക്കൊക്കെ നല്ല നല്ല വിറ്റാമിനൊക്കെ ഉള്ള മീനാണ് നമ്മളെ ഈ ചെറിയ മീനുകളൊക്കെ നല്ലതാണ് കേട്ടോ. ചെറുമീനുകളൊക്കെ പറയണേക്കാല്ലോ ഡോക്ടർമാർ, നല്ല വിറ്റാമിനുള്ള മീനാണ് എന്നൊക്കെ പറയണേക്കാം. അത് ശരിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ കൊടുത്തോളാണ്ടി. അപ്പോൾ ഇതാക്കണേ നമ്മളെ മീനിൻ്റെ മണമൊക്കെ കിട്ടിയിട്ട് നമ്മളെ കാളിപ്പൂച്ച വന്നിക്കണ്. തങ്കപ്പൂച്ച എങ്ങോട്ട് പോയതാവും. ഏതായാലും ഇപ്പോൾ ഏതായാലും നമ്മളെ കാളിപ്പൂച്ച ഉണ്ട്. അപ്പോൾ ഞാൻ എന്താട്ടി മീൻ പൗതി ആക്കി എടുത്തിക്കണേ. ഇനി ഒന്ന് നാളെ എടുക്കാം, ഒന്ന് ഇന്നും എടുക്കാതിരിക്കാണ്ട്. അപ്പോൾ ഏതായാലും ഇനി ഒന്ന് നമുക്ക് പിടിച്ചിക്കന്നെ കയറ്റാം, ബാക്കി നമുക്ക് നന്നാക്കി എടുക്കാം. ഒക്കെപ്പാടപ്പം തന്നെ പീങ്ങണ്ട, അത് നമുക്ക് കുറച്ചുകൊണ്ട് എടുത്തൊക്കെ ഇനിയിപ്പോൾ നാളെ ഉണ്ടല്ലോ തൊള്ളയും പള്ളയൊക്കെ തിന്നാൻ. അപ്പം അങ്ങനെ എടുത്ത് വെച്ച് പിന്നെ ഞാനിതാക്കണം മീൻ നന്നാക്കാൻ ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മളെ കാളിപ്പൂച്ചയുണ്ട് ഒപ്പം, ഓളിങ്ങനെ നൊരൊളിച്ചാൽ നന്നാക്കണീന്ന് അങ്ങനെ നൊരൊളിച്ചും. ഏതായാലും ഓൾക്ക് അങ്ങനെ ഞാൻ മീനിൻ്റെ തല അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഓളങ്ങനെ തിന്നണമുണ്ട്. ഓൾക്ക് ഏതായാലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പൈപ്പാറുള്ളൂ. നമ്മളെ മുറ്റത്തുനിന്ന് ഓളിങ്ങനെ പോയ നേരമല്ല കേട്ടോ, ഇങ്ങനെ മീനിൻ്റെ ഒക്കെ മണം കിട്ടുമ്പോഴാണ്. പിന്നെ നമ്മളെ തങ്കപ്പൂച്ച ഉണ്ടാലുണ്ട്, ഇന്നിപ്പോൾ ഓളെ ഏരിയ പോയതെന്നൊന്നും അറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ വന്നീന് കേട്ടോ. നമ്മൾ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് പിന്നെ മൂപ്പത്തേര് വരുന്നത്, എവിടേക്ക് പോയിനേതാവും. ഏതായാലും അങ്ങനെ നമ്മൾ മീനൊക്കെ നന്നാക്കുന്നുണ്ട്. അപ്പോൾ ഈ മീൻ നന്നാക്കാൻ എളുപ്പമാണ് പറഞ്ഞല്ലോ, തല മാത്രമുണ്ട് വെട്ടിക്കളഞ്ഞാൽ മതി. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കാട്ടും അത് കളഞ്ഞാണ്ടല്ലോ. പിന്നെ കുറച്ച് ഉപ്പോ ഒക്കെ ഇട്ടുകൊണ്ട് കഴിയാൽ നല്ല അടിപൊളി മീനേക്കാരം. നല്ല രസമാണ് തിന്നാൻ, പൊരിച്ചാലും രസമാണ്. അതേമാതിരി പീരറ്റിച്ചുവല്ലോ അതും രസമാണ്. ഞാനിപ്പോൾ ഏതായാലും കുറച്ച് പീരറ്റിച്ചണം എന്നൊക്കെ കരുതുന്നുണ്ട് കേട്ടോ. മക്കൾക്ക് പീരറ്റിച്ചാലൊന്നും പറ്റൂല, ഒരു ഭയങ്കര സുജായിയാളാണ്. അപ്പം
ഞാനെന്താട്ടി ഓർക്ക് കുറച്ച് പൊരിച്ചും ചെജ്ജാ, ഞമ്മക്ക് കുറച്ച് പീര വറ്റിച്ചും ചെജ്ജാന്നൊക്കെ കരുതിയിരിക്കണത്. ഇത് കുറേ പൊരിച്ചാൻ പറ്റില്ല. കുറേ പൊരിച്ചണമെങ്കിൽ നല്ലോണം വെള്ളം പാരണം, എന്നെങ്കിൽ തന്നെ അങ്ങോട്ട് പൊരിഞ്ഞ് കിട്ടുള്ളൂ. വെള്ളം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളെ ഓയിലോ വെളിച്ചെണ്ണ, അതിനാണ് ഞാൻ പറഞ്ഞത് വെള്ളം എന്നുള്ളത്. അങ്ങനെ ഏതായാലും മീനൊക്കെ നന്നാക്കി വന്നപ്പോഴത്തേന് നമ്മളെ ചോറ്റിന് വെച്ച വെള്ളമൊക്കെ ഒന്ന് തിളച്ചിക്കണ്. അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ അരി ഇട്ടെടുത്തിട്ട് അതൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. അപ്പോഴത്തേന് നമുക്ക് പീര വറ്റിച്ചാലേ സാധനമൊക്കെ നമ്മളെ മിക്സി കണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരുള്ളിയൊക്കെ ചതച്ചത് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മളെ മീൻ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിക്കണേ. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ചതച്ചിട്ട് നമുക്ക് ഇന്നിപ്പോൾ ചെറിയൊരു കുഞ്ഞിച്ചട്ടിയിലാണ് വെക്കണം കേട്ടോ. ഇന്ന് പൈക്കന്നെ ഉള്ളൂ, ഒക്കെപ്പാടെ ഒന്നും വറ്റിച്ചല്ല നമ്മൾ പീര വെക്കണമില്ല. പിന്നെ അയക്കന്നെ ഞാൻ കുറച്ച് പുളിയാണ് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. കൊടുമ്പുളി എന്താണാവോ ഒരു കയ്പ്പാണ് തന്നെയാളെ. അപ്പോൾ പുളി ഇങ്ങോട്ട് കിട്ടൂല. പിന്നെ പുളി ഇപ്പോൾ തലേന്നൊക്കെ വെള്ളത്തിലിട്ടേക്കാം. ഞാനാണ് ഈ മറന്നും ചെയ്താൽ ഇട്ടേക്കാൻ. പിന്നെ ഏതായാലും ഇപ്പം ഈ പുളി ഇട്ട് കണ്ടാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കൊടുമ്പുളി ഇട്ട് വെക്കണതിൻ്റെ രസം കിട്ടൂല കേട്ടോ. ഇങ്ങനെ വെച്ചാൽ നമുക്ക് കൊടുമ്പുളി ഇട്ട് വെച്ചാൽ ഒരു പ്രത്യേക രസമാണ് മീനൊക്കെ. പിന്നെ അങ്ങനെ ഞാൻ മസാലയൊക്കെ കുഴച്ച് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ നമ്മളെ മീനായി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്നും പാരുന്നില്ല, അപ്പം തന്നെ പാർന്നിക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. കജ്ജോണ്ട് തന്നെ കുഴക്കണം കേട്ടോ മക്കളെ, അല്ലെങ്കിൽ ഇച്ച് തീർപ്പതി ആവില്ല. ഇച്ച് കജ്ജോണ്ടാണ് കുഴച്ചെങ്കിൽ ഇച്ച് തീർപ്പതി ആവുള്ളൂ. അതിപ്പോൾ ഞാൻ എന്താണെങ്കിലും കേട്ടോ അങ്ങനെ കുഴച്ച് വെച്ചെങ്കിൽ ഇച്ച് മനസ്സിൻ്റെ ഒരു സുഖമുള്ളൂ. ഇപ്പം ഇങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് കുഴച്ചാൽ ഇച്ചും എൻ്റെ മനസ്സിലേക്ക് ഒരു തീർപ്പതി തന്നെ ഉണ്ടാവില്ല, ഒരു സൈസ് ഗതികേടാണ്. ഏതായാലും ഞാൻ അടുപ്പത്തേക്ക് വെച്ചിക്കണമെങ്കിൽ നമ്മളെ ഗ്യാസിന്മേൽ വെച്ചിക്കണേ. നമ്മളെ ചോറ് ഇപ്പോൾ ഏതായാലും അടുപ്പത്തുണ്ട്. അപ്പം ഇത് വേഗം എളുപ്പമാണല്ലോ, ഒന്ന് ആവിയട്ടേ മതി, വേഗം പോകും ചേച്ചു. അങ്ങനെ നമ്മളെ മീൻ അവിടെ കടന്ന് വേഗട്ടെ. പിന്നെ നമ്മളെ കുഞ്ഞി പാത്രത്തിലുണ്ടല്ലോ ഞാൻ കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇല്ല, കുറച്ച് പെരിഞ്ചീരകം ഒക്കെ പാടിട്ട് കണ്ട് കലക്കി വെച്ചിക്കണം കേട്ടോ. മസാല കൂട്ടി നമുക്ക് നമ്മളെ ബത്തൽ മീനാണ് കുഴച്ച് വെക്കുക മക്കൾക്ക് കേട്ടോ. മക്കൾക്ക് പീരറ്റിച്ച പറ്റില്ല, നന്നാക്കിയപ്പോൾ തന്നെ മക്കൾ പറഞ്ഞു പൊരിച്ചാൽ മതിട്ടോ, പീരറ്റിച്ചാൽ ഞങ്ങൾക്ക് പറ്റൂല. അപ്പം ഞാൻ പറഞ്ഞു പറ്റൂലെങ്കിൽ തിന്നണ്ടെന്നും പറഞ്ഞു ഞാൻ. ഏതായാലും പറഞ്ഞ് ഇനിയിപ്പോൾ നമ്മളൊറ്റയ്ക്ക് പീരറ്റിച്ച് തിന്നുമ്പോൾ മക്കൾ തിന്നാൽ നമുക്കൊരു പൊറുതിയേടല്ലേ. ഇനിയിപ്പോൾ അത് വേണ്ട, ഓൽക്ക് കുറച്ച് പൊരിച്ചും കൊടുക്കരുതി കണ്ട് ഞാൻ മസാലയൊക്കെ കൂട്ടി വെച്ചിക്കണേ. ഇനി നമുക്ക് പൊരിച്ചെടുക്കണം കേട്ടോ. നമ്മളെ മീനൊക്കെ വെന്ത് വന്നിക്കണം കേട്ടോ. ഇനി നമുക്ക് ഏതായാലും ഇനിയിപ്പോൾ അതിക്ക് വെളിച്ചെണ്ണ ഒന്നും ഇറ്റിച്ചണില്ല, നമ്മളെ ഗ്യാസാണ് ഓഫാക്കിക്കണേ. അപ്പോൾ തന്നെ നമ്മളെ ചോറാണ് വന്നിക്കണേ. ഇനി നമുക്ക് ആ ചോറൊന്ന് ഊറ്റിയെടുക്കണം. ചാറ് എന്ന് പറഞ്ഞാൽ അപ്പം 2-3-4 വെണ്ടക്ക ഉണ്ട്, ആ ചാറിട്ട് അത് ഇട്ട് ചാറും വെക്കാതെ ആ വെണ്ടക്ക ഇട്ട് കാണ്ട് ചാറും വെക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ ചോറ് ഊറ്റിയെടുക്കുകയാണ്. വെണ്ടക്ക കറി പറഞ്ഞാൽ ഇന്ന് തേങ്ങ ഒന്നും അരക്കണില്ല കേട്ടോ. തേങ്ങ അരക്കാത്ത ഒരു മുളകിട്ടുകയാണ്. മുളകിടുക പറഞ്ഞാൽ കുറച്ചൊരു വെള്ളത്തിൽ മാത്രം വെക്കണുള്ളൂ. ഇനിയിപ്പോൾ വൈകുന്നേരത്തിൽ കുറേ വെള്ളത്തിൽ വെക്കാൻ വേണ്ടിയില്ല വെണ്ടക്കല്ലേനും ഒരു 4-5 മാത്രം തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായപ്പോൾ ഞാൻ എന്താട്ടി കുറച്ച് വെളിച്ചെണ്ണ ഇറന്നുകാണ്ടേക്ക് കുറച്ച് ഉലുവയും കടുകും ഒരു നുള്ളു നല്ലീരകവും ഒക്കെ കുറച്ചീച്ചേ ഉള്ളൂ കേട്ടോ. കണക്കൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല, ഒക്കെ ഞാൻ കജ്ജോട് ഇങ്ങനെ നുള്ളിയിട്ടിക്കാണ്. കടുക് മാത്രമേ ഉള്ളൂ ഞാൻ സ്പൂൺ കൊണ്ട് ഇടുന്നത്, അല്ലാത്തൊക്കെ നുള്ളിയിട്ടിക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ചീച്ച ഇട്ടാൽ മതി. എന്നിട്ട് പിന്നെ വല്ലുള്ളിയും പിന്നെ നമ്മളെ കരിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതവിടെ കിടന്നാണ് വേഗട്ടെ. നമ്മളെ ഉള്ളിയൊക്കെ ഒന്നുകൊണ്ട് വാടി വരട്ടെ. എന്നിട്ട് നമുക്ക് അതിക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. അതങ്ങനെ കിടക്കണുണ്ട്. പിന്നെ നമുക്ക് തക്കാളി അരിയണം, അതേമാതിരി വെണ്ടക്ക കേകി അരിയണം. അതൊക്കെ ഇനി പണിയുണ്ട് കേട്ടോ. എന്നാൽ തന്നെ നേരം 12 മണിയാവും. ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് കൂളി കഴിഞ്ഞിട്ട് അത്രയും ഭാഗ്യം. നമ്മളെ തക്കാളി ഇതാക്കണ്. ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാനൊരു 3 തക്കാളി എടുത്തുക്കണം കേട്ടോ. തക്കാളിയാണ് രസം. പിന്നെ കുറച്ച് പുളിയും പാരണം. അങ്ങനെ തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തുക്കണം. ഇനി നമുക്ക് നമ്മളെ ഉള്ളിയാണ് വാടിയിട്ടുണ്ടല്ലോ, നമുക്ക് നമ്മളെ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ ഉള്ളി വാടിക്കണേ, തക്കാളിയാണ് ഇട്ട് കൊടുത്തിക്കണേ. ഇനി അത് നല്ലോണം ഒന്ന് വാടി ഇങ്ങോട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ നമുക്ക് ഞാൻ ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ കണ്ടില്ലേ ഒരു 4-5 വെണ്ടയ്ക്ക തന്നെ ഉള്ളൂ. അത് ഏതായാലും കുറച്ച് വലിപ്പത്തിലൊക്കെ അരിയണുണ്ട് കേട്ടോ. ഭാഗ്യത്തിന് ഏതായാലും നല്ല മൂത്തിട്ടില്ല. മൂത്ത വെണ്ടയ്ക്കാന്ന് വെച്ചാൽ കടിച്ച് ചമച്ച് തിന്നുമ്പോൾ ഒരു നാരാണ്, അതൊരു രസം ഉണ്ടാവില്ല ചാറച്ചായി. ഇത് ഏതായാലും ഭാഗ്യത്തിന് നമുക്ക്
മൂക്കാത്ത കിട്ടിയിരിക്കണം. അതിപ്പോൾ ഇന്നാൾ കൊടുന്ന സാമ്പാർ കൂട്ടില്ലേ അതിൽ പെട്ടതാണ്. ഏതായാലും പിന്നെ നമ്മൾ അതിക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കുറച്ച് മല്ലിപ്പൊടി, മുളകും പൊടി, അല്ലാത്ത മഞ്ഞൾപ്പൊടി ഇട്ട് പെരിഞ്ചീരകം ഇട്ട് മുളകും പൊടി ഇട്ട് ഒക്കെ പാടിട്ട് കാണാൻ വാട്ടിയെടുക്കുക. ഇനി നമുക്ക് അതിക്ക് നമ്മളെ വെണ്ടയ്ക്കാണ്ട് ഇട്ട് കൊടുത്താൽ മതി. അതിനായിട്ട് പിന്നെ ഇനി വെണ്ടക്ക വാട്ടിക്കാണ്ടും എണ്ണിട്ട് കാണ്ട് വാട്ടിക്കാണ്ടൊന്നും എടുക്കേണ്ട ഒരാവശ്യമില്ല. ഇതന്നെ മതി, ഇതിലിട്ട് കാണ്ടാണ് വാട്ടിയാൽ മതി. എന്നാൽ തന്നെ ഒരു കൊപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അത് വാടിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് പുളിവെള്ളമാണ് പാർന്ന് കൊടുത്തിക്കണം കേട്ടോ. ഇനി അത് കടന്നുകാണ്ട് കുറച്ചും കൂടി വെള്ളമൊക്കെ പാർന്ന് നമ്മളെ വെണ്ടയ്ക്ക അവിടെ കടന്നാണ് വേഗട്ടെ. ഇനി നമുക്ക് അതിക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം പാർന്ന് നീട്ടിക്കണേ കേട്ടോ. ചാറ്റിന് ഒരു കൊപ്പില്ല കേട്ടോ. വെണ്ടയ്ക്കൊന്നും നമുക്ക് അങ്ങനെ എണ്ണയിലൊന്നും വാട്ടേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ തന്നെയാണ് മുറിച്ചിട്ടാൽ മതി. ഇനി ഏതായാലും ഒന്ന് മൂടി വെച്ചിക്കണ്. ആ മൂടി വെച്ചതൊക്കെ ഒന്ന് തിളച്ച് വേഗട്ടെ. ഇനി പിന്നെ നമുക്ക് നമ്മളെ വീതനയും അടുപ്പും ഒക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഉള്ളിത്തോരൊക്കെ ഉണ്ട്, അതൊന്നും കളയണ്ട കേട്ടോ. നമുക്ക് ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ തുടച്ച് വന്നപ്പോഴാണ് നമ്മളെ മിക്സിയിലുണ്ട് ഞങ്ങളെ ജീരുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് കണ്ടീൻ്റെത്. അത് അതിക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇനി മറന്നില്ലേ. ഏതായാലും പിന്നെ ഇനിയിപ്പോൾ വാട്ടാനൊന്നും നിൽക്കേണ്ടത് അത് അതിക്കണ്ട് ഇട്ട് കൊടുത്തിക്കണം. ഇനി അതങ്ങനെ കടന്നങ്ങനെ വന്നോളും. എത്തപ്പം മറന്നാ കാട്ടുന്നത്. അത്രയും നേരം ഉണ്ടായിട്ട് ഞാൻ കണ്ടതന്നെയല്ല. പിന്നെ അങ്ങനെ തുടച്ചപ്പോഴാണ് എത്തപ്പതിൽ നോക്കിയപ്പോഴാണ് എത്തപ്പതിലെതികൾ നോക്കിയപ്പോഴാണ് കണ്ടത് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചത്. ഏതായാലും ഇനി നമുക്ക് അയക്കാണ്ട് ഇട്ട് കൊടുത്തിക്കണേ. അതിനില്ല രസമൊക്കെ മതി ചാറ്. പിന്നെ കണ്ടില്ല നിങ്ങൾ രാവിലെ പാത്രം മുഴുവനും മോറിയതാണ്. രണ്ടാമത് പിന്നെയും പാത്രം മോറാനായി. എവിടെ നിന്നാണ് അതൊക്കെ വരുന്നതെന്ന് പാടിച്ചമ്പരാനെ അറിയുള്ളൂ. ഞാൻ തന്നെ നിരത്തുന്നതാണ്. പിന്നെ ഇപ്പോൾ ആരും വരുന്നൊന്നുമില്ലല്ലോ നിരത്താൻ. ഏതായാലും പിന്നെ ഞാൻ അവർക്ക് ഇനി ഒന്ന് മോറിയെടുക്കണം. അപ്പോൾ ഇതിന് ചട്ടിയൊക്കെ ചൂടാക്കി അതിക്ക് കരിവേപ്പിൻ്റെ ഇലയും ഓയിലൊക്കെ പാർന്ന് നമ്മളെ മീനൊക്കെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ മീനൊക്കെ നിരത്തിയിട്ട് ഇനി അതൊക്കെ ഒന്ന് പൊരിഞ്ഞ് അങ്ങനെ വരട്ടെ. തിരിച്ചാണെങ്കിൽ കുറച്ചൊക്കെ കേട്ടോ, കൂട്ടിയൊക്കെ ഉണ്ടാവും, കുറച്ച് വെച്ചാൽ മതി. അതങ്ങനെ കടന്നുകാണ്ട് അങ്ങനെ പൊരിഞ്ഞോളും. പിന്നെ ഗ്യാസും നമ്മൾ വീതനയും ഒക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പം ഇനി ചാറ് വേഗട്ടെ. എന്നിട്ട് വേണം നമുക്ക് അടുപ്പ് തുറക്കാൻ. അല്ലെങ്കിൽ പിന്നെ ആ വെണ്ണൂർ ഇങ്ങനെ പറയിക്കൊണ്ട് വെക്കും. നമ്മൾ തിജ് കെട്ടാൽ നമ്മൾ അടുപ്പിൽ ഊതൂലേ. അപ്പോൾ പിന്നെ ആ പുകയും തട്ടിക്കാണ്ടും അതിൻ്റെ വെണ്ണൂറൊക്കെ പിന്നെ ആ അടുപ്പത്ത് കൂടെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും വേണ്ട. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ രണ്ടാം പണി പിന്നെയും വേണ്ടി ആ എടുത്ത പണി തന്നെ പിന്നെയും എടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മളെ ചാറൊക്കെ കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നുകണ്. ഇനി നമുക്ക് ആ ചാറാണ് വാങ്ങിയേക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെ വീതനയാണ്ട് അടുപ്പിൻ്റെതും ഒക്കെ ഒന്ന് വീതനയൊക്കെ ഒന്ന് നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാക്കണേ അവൻ തുടച്ചപ്പോൾ തന്നെ ഉണ്ടല്ലോ ഇക്ക കുക്കുമ്പോൾ തന്നെ നമ്മൾ വെണ്ണൂറ് പാറിയുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചോറും കൂട്ടാനും ആയി ഒക്കെ ആയി. ഇനിയിപ്പോൾ നമുക്ക് കുളിച്ചണം. തിരുമ്പാല്ലത് ഏതായാലും നമ്മൾ മെഷീനിലിട്ടിക്കണ്. മഴയൊക്കെ ആയതുകൊണ്ട് ഉണങ്ങാൻ പണിയാണല്ലോ. അപ്പോൾ ഏതായാലും നമ്മളെ മെഷീനൊന്ന് ഉണക്കി തരുന്നോണ്ടേ ഒന്ന് കാറ്റട്ടിയാൽ മതിയാവും. അങ്ങനെ ഏതായാലും മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ മീനാകുമ്പോൾ എല്ലാം കുഴപ്പമിതാക്കണം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊടിഞ്ഞിങ്ങനെ വരും. എത്തപ്പോൾ കാട്ടുന്നത്. ഏതായാലും നമ്മൾ കജ്ജണമാരിയൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിക്കണം. ഇനി അതവിടെ കടന്ന് വേഗട്ടെ. അപ്പോൾ ഏതായാലും അതൊക്കെ വെന്ത് കഴിഞ്ഞ് പിന്നെ മിന്നുട്ടിക്കും സനുവിനൊക്കെ ചോറ് കൊടുത്തിക്കണം കേട്ടോ. അതിനൊക്കെ ജുമാരിഞ്ഞ് വന്നിക്കണേ. രണ്ടാക്കും ചോറ് അണപ്പി കൊടുക്കുന്നുണ്ട്. ഏതായാലും വെണ്ടക്കച്ചാറൊക്കെ വന്നപ്പോൾ നല്ലോണം തീർപ്പതി ആയിക്കണം കേട്ടോ. അല്ലെങ്കിൽ പറ്റലില്ലേ. ഇനി സനുട്ടൻ പറഞ്ഞ നല്ല രസമുണ്ട്. മറ്റേ എന്തൊരു ചാറാണ്. വെണ്ടയ്ക്കൊന്നും വേണ്ട, അതിൻ്റെ വെള്ളം മാത്രം മതി. എന്തൊരു ചാറ് വെച്ചപ്പോൾ വെണ്ടയ്ക്കാണ് എന്തെനിക്ക് പറ്റിയില്ലേ ചോദിച്ചു. നല്ല രസമുണ്ട് മാറിന്. പിന്നെ അങ്ങനെ ചോറൊക്കെ കൊടുത്ത് അപ്പോൾ അതാക്കണം ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുക്കണമെന്നൊന്നും ഇപ്പോൾ ഞമ്മക്കറിയില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഉള്ളിത്തോലുണ്ടേനി, അത് ഞാൻ ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. വെറുതെ കളയണ്ട. നമ്മളെ ചെടിക്കൊക്കെ ഒരു വളമി വയ്ക്കാരം. മഴയൊക്കെ പെയ്തുകൊണ്ട് ഏതായാലും ചെടിയൊക്കെ കുറച്ച് വന്ന് തെളിഞ്ഞിക്കണം കേട്ടോ. പൂവൊക്കെ ഇടൽ തുടങ്ങിയിരിക്കണം. അൽഹംദുലില്ലാ ഒക്കെ പോയപ്പോൾ മനസ്സിക്ക് വല്ലാത്തൊരു പൊറുതിയുടേനി. ബാക്കി ചട്ടിയൊക്കെ ബാക്കി തന്നെയാണ്. അതിക്ക് കുറച്ചും കൂടി ചെടിയൊക്കെ ഇടുന്നതിലൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിടണം.